അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോയിൽ കാണിക്കണ്ട ഒരു ഭയങ്കര ഫൈറ്റ് ഉണ്ടായിരുന്നു. ജാസ്മിനും ഡെൻറ്റീമുമായിട്ട് ഒരു ഫൈറ്റ്, പവർ റൂം ആൾക്കാർ ഫൈറ്റ് കാണിക്കണ്ടായിരുന്നു. അതിൽ നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ പുറത്താക്കിയത് എന്നൊക്കെ ചോദിക്കണ്ട. അപ്പോൾ ജാസ്മിനെ അവിടെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഋഷി വന്ന് പറയണ്ട് ഈ റോബോട്ട് ശരിയല്ല, ഈ റോബോട്ടിനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ഋഷിയും പറയുന്നുണ്ട്. അവിടെ ഭയങ്കര വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്താണ് ആ ഒരു ഗ്ലാസിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ. പിന്നെ അവിടെ ഡെൻ ടീം സമരം ചെയ്യുന്നുണ്ട്, പുറത്താക്കിയതിനെ പറ്റി സമരം ചെയ്യുന്നുണ്ട്. പിന്നെ പവർ റൂമും ഡെൻ ടീമുമായിട്ടാണ് അവിടെ ഫൈറ്റ് നടക്കുന്നത്. റസ്മിനി ജാസ്മിൻ്റെ ഹെൽമെറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഭയങ്കര വാക്ക് തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്ന് ജാസ്മിൻ ശ്വേതാമേനോനും സാബും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ തല്ലുപിടിക്കണൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അവിടെ ഭയങ്കര ഫൈറ്റ് നടക്കുന്നുണ്ട്. വെച്ചാൽ ജാസ്മിനെ അപ്പോൾ ഒന്നാമത്തെ കാര്യം ജാസ്മിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, റോബോട്ടിൻ്റെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ജാസ്മിനെ. എന്നിട്ട് പിന്നെ ജാസ്മിനെ ഹെൽമെറ്റ് കൂടി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഋഷി വന്ന് പറയുന്നുണ്ട് ഈ റോബോട്ട് നമുക്ക് വേണ്ട, ഇത് പ്രശ്നം കൂടി തന്നെ റോബോട്ട് കാരണം നമുക്ക് വേണ്ടെന്ന് ഋഷിയും പറയുന്നുണ്ട്, ചെറിയ ഋഷി പറയുന്നുണ്ട്. പിന്നെ ഡെൻഡീമിൻ്റെ സമരവും ഡെൻഡീമോട് ഒച്ചെടുക്കുന്നുണ്ട്, നാണമില്ലാത്ത ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓണേഴ്സിനോട് തല്ലുപിടിക്കുന്ന വഴക്ക് തല്ലാണ്. അതിൻ്റെ ഇടയിലാണ് ആ ബിഗ് ബോസിൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടെ പൊട്ടിപ്പോകുന്നത്, ഡാമേജ് ആയി പോകുന്നുണ്ട്. അത് ശ്രീധുവാണ് അതിന് മേത്തെ വീണത്. ആ പിടിവലിയാണ് ശ്രീധുവിനെ ആരോ തള്ളി അങ്ങനെ വീണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തന്നെ ബിഗ് ബോസ് എല്ലാവരുടെ കൺഫെഷൻ അതിലേക്ക് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇപ്പം വയലൻസ് പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് കേൾക്കാത്തത്, ഇത് വെച്ചുറപ്പിക്കുന്നല്ല എന്ന് പറഞ്ഞ് കട്ടക്കളിപ്പിൽ ബിഗ് ബോസ് അവർക്ക് നല്ലപോലെ പറയുന്നുണ്ട്. എന്തെങ്കിലും ശിക്ഷ കൊടുക്കൂ. മിക്കവാറും ഈ ഗെയിം ഇതുപോലെ തന്നെ ടാസ്ക് അവസാനിപ്പിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതിപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വന്നത് ഫൈറ്റ്. എല്ലാവരും ഈ പേഴ്സണൽ ആ ഒരു ദേഷ്യത്തിലാണ് പലരും എടുക്കുന്നുണ്ട്. ഗെയിം പരമായിട്ടോ ടാസ്ക് പരമായിട്ടോ ആരും കളിക്കണില്ല. ഇപ്പോൾ വീണ്ടും പറയാൻ ഭയങ്കര തല്ലുകൊടുത്തു തോന്നുന്നു. അപ്പോൾ പ്രൊമോ കാണും പറയാം. ഇപ്പോൾ ലൈവിലത് എത്തിയിട്ടില്ല. ലൈവിലെത്തുമ്പോൾ നമ്മൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, പുതിയ വീഡിയോ വരുന്നതാണ് അതിനെക്കുറിച്ചുള്ള.